ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള സീനറിയാണ് നമ്മൾ ഗോഷ് കളർ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിൽ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈക്കും വാട്ടറിനും സെലീനിയം ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. 3/4 ഫ്ലാറ്റ് ബ്രഷാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വാട്ടർ ബോഡിയുടെ ഈ താഴത്തെ ഭാഗം കുറച്ച് ഡാർക്കനായിട്ടും നടുക്കത്തെ ഭാഗം കുറച്ച് ലൈറ്റായിട്ടുമാണ് ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിന് ശേഷം കുറച്ചും കൂടെ സെലീനിയം ബ്ലൂവിൻ്റെ അകത്തോട്ട് ഈ സ്വല്പം ബ്ലാക്ക് കൂടെ ആഡ് ചെയ്തിട്ട് ഞാനിവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രേഡിയൻറ്റ് നമ്മുടെ വാട്ടറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ദൂരത്തുള്ള നമ്മുടെ മരങ്ങളും ഒക്കെ നിൽക്കുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ സെലീനിയം ബ്ലൂവിൻ്റെ കൂടെ വൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. സെലീനിയം ബ്ലൂവിൻ്റെ കൂടെ ഒരു ബ്ലാക്ക്, ഒരു ചെറിയ ബിറ്റ് ഓഫ് ബ്ലാക്കും കൂടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഡിസ്റ്റൻസ് ആയിട്ട് ഇരിക്കുന്ന മൗണ്ടെയ്ൻസോ പ്ലാന്റ്സോ ഇല്ലെങ്കിൽ ട്രീസോ ഒക്കെ കാണുന്നത് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ റിഫ്ലക്ഷനിലോട്ടാണ് പോകുന്നത്. റിഫ്ലക്ഷനിലോട്ട് പോകാനായിട്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ മിക്സ് ചെയ്തിരുന്ന ബ്ലൂവും ബ്ലാക്കും കൂടെ മിക്സ് ഉണ്ടായിരുന്നു, അതൊന്ന് കൊടുത്തു. പിന്നെ നമ്മുടെ മൗണ്ടെയിനിലോട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഞാനിവിടെ യെല്ലോ ഓക്കർ വെച്ചാണ് ഫസ്റ്റിലെ ഒരു ബേസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ ചെറിയ ട്രിലാക്സ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൗണ്ട് ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് അടുപ്പിച്ച് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ചെറിയ മൗണ്ടൻസ് വരയ്ക്കുന്നുണ്ട്. അത് അവസാനം നമ്മൾ വൈറ്റ് ഗോഷ് യൂസ് ചെയ്തിട്ട് ഡ്രൈ ബ്രഷിങ് ചെയ്യും. അന്നേരം കുറച്ചും കൂടെ ഒറിജിനാലിറ്റി ഇതിന് കിട്ടും. അങ്ങനെ നമ്മളിവിടെ റിഫ്ലക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. റിഫ്ലക്ഷൻ കംപ്ലീറ്റ് ചെയ്തത് ബ്ലാക്കും യെല്ലോ ഓക്കറും വെച്ചിട്ടാണ്. മെയിൻ മൗണ്ടെയിനിലോട്ടാണ് പോകുന്നത്. മെയിൻ മൗണ്ടെയിനിലോട്ട് ഞാനിവിടെ എല്ലാ ഓക്കറും ഒരിച്ചിരി ബ്ലൂവും കൂടെ എടുത്തിട്ട് ഒരു ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ലെയർ ചെയ്യുമ്പോഴത്തേക്കിനും നല്ലൊരു ഒറിജിനാലിറ്റി വരാൻ വേണ്ടിയിട്ടാണ്, അതായത് ആ ഒരു ഷെയ്ഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുറച്ച് ബ്ലാക്ക് കളർ എടുത്തിട്ട് ഞാൻ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രോക്സ് ഒന്നും കൊടുക്കൽ. നമ്മൾ ബ്ലാക്ക് കളറും കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ജസ്റ്റ് താഴെ നിന്ന് മുകളിലോട്ട് ഒരു ജസ്റ്റ് എന്നാ പറയുക, ഒരു ഫോറസ്റ്റ് ലുക്ക് ഇല്ലെങ്കിൽ എന്നാ പൈൻ ട്രീസ് നിൽക്കുന്ന പോലെ കൊടുക്കാനായിട്ട് താഴെ നിന്ന് മുകളിലോട്ട് ജസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെ അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ വൈറ്റ് ഗോഷ് വെച്ചിട്ട് ഒരു ഡ്രൈ ബ്രഷിങ്ങും കൂടി ചെയ്തിട്ടുണ്ട്. അതാണ് ആ മുകളിൽ കാണുന്നത്. നമ്മുടെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള മൗണ്ടെയ്ൻസിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി റിഫ്ലക്ഷൻ കൊടുക്കാനായിട്ട് വാട്ടറിൽ റിഫ്ലക്ഷൻ കൊടുത്തപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ബ്ലാക്ക് കളർ ഒന്ന് ലൈറ്റായിട്ട് എടുത്തിട്ട് ഞാൻ റിഫ്ലക്ഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഏണിക്കും ഞാനൊരുപാട് ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. പക്ഷേ ഏണിയുടെ ടോപ്പിൽ ഞാൻ ബ്ലാക്കിൻ്റെ കൂടെ ഒരു ഇത്തിരി വൈറ്റും കൂടെ ചേർത്തിട്ട് ഞാനത് മിക്സ് ചെയ്തിട്ട് ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. അതെന്ന് കഴിഞ്ഞാൽ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വാട്ടറിന് ഞാനൊരു ഇച്ചിരി കൂടെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇച്ചിരി ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുമ്പം ഷാഡോസും റിഫ്ലക്ഷൻസും ഒക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അതെല്ലാം ഒന്ന് ഈവനായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറിൽ നമ്മുടെ ഒരു കുറച്ച് പ്ലാന്റ്സ് നിൽപ്പുണ്ടായിരുന്നു. സോ ആ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ഞാൻ 0 ബ്രഷ്, അതായത് ലൈനർ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ ബ്ലാക്ക് കളർ കൊണ്ട് താഴെ നിന്ന് മേളിലോട്ട് ജസ്റ്റ് മേളിലോട്ട് വരച്ച് കൊടുക്കുകയാണ്. അതെല്ലാം പല അളവിലായിരിക്കണം, അല്ലാതെ എല്ലാം ഒരു അളവിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റിയും കിട്ടത്തില്ല. പ്ലാന്റ്സ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല തിക്കായിട്ട് വേണം നമുക്ക് വരച്ചു കൊടുക്കാൻ. അന്നേരം നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പ്ലാന്റ്സിനൊക്കെ. അതിനുശേഷം നമ്മുടെ ഇവിടുത്തെ മരത്തിന് ഞാൻ കളർ കൊടുക്കുകയാണ്. ഇതിന് ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഇതും ഞാൻ ലൈനർ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ലൈനർ ബ്രഷ് യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും എത്ര മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ ഡീറ്റെയിലിങ്സ് ആണെങ്കിലും നമുക്ക് വരയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. മാക്സിമം ലൈനർ ബ്രഷ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് മരം വരയ്ക്കാൻ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് വരയ്ക്കാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, എപ്പോഴും ബേസ് എപ്പോഴും നല്ല തിക്കായിരിക്കണം. മുകളിലോട്ട് പോകും തോറും തിന്നായി വരണം.
ഞാനിവിടെ വൈറ്റ് ഗോഷ് യൂസ് ചെയ്തിട്ട് ഞാനിവിടെ സ്നോ കുറച്ച് മരത്തിലും ഏണിയിലും തറയിലും ഒക്കെ കിടക്കുന്നതായിട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ പെയിൻറ്റിങ്ങിന് ഒരു നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇപ്പോൾ തന്നെ. അവിടെ ഇവിടെയായിട്ട് ഞാൻ സ്നോ കിടക്കുന്നതായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സെയിം ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ വാട്ടർ ബോഡിയിൽ 2-3 സ്ട്രോക്സ് കൊടുക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആ ഒരു റിഫ്ലക്ഷനും ആ വാട്ടറിൻ്റെ ഒരു വേവ്നെസ്സും കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനുശേഷം എനിക്ക് തോന്നി കുറച്ചും കൂടെ ബ്രാഞ്ചസ്, ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന്. സോ ഞാനത് പിന്നെയും ആഡ് ചെയ്യുകയാണ്. ഞാൻ ഓർത്തു ഇവിടെ കുറച്ചും കൂടെ നമ്മുടെ പൈൻ ട്രീസ് ആഡ് ചെയ്യാവുന്ന. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വൈറ്റ് ആദ്യമേ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ പൈൻ ട്രീസ് ആഡ് ചെയ്യുവാണ്. പൈൻ ട്രീസ് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് സിക്സാഗ് ആയിട്ട് ചെറുതായിട്ട് വരയ്ക്കുക. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാനിവിടെ വരയ്ക്കുന്നത് ജസ്റ്റ് സിക്സാഗ് വരച്ചു വിടുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് വളരെ എളുപ്പമാണ് വരയ്ക്കാൻ എന്നുള്ളത്. അതിനുശേഷം ഞാൻ വൈറ്റ് ഗോഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറത്തൂടെ ഒന്ന് ഇതാക്കി, അതായത് ഒരു സ്നോയി ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രം. ഇതെല്ലാം ഡ്രൈ ബ്രഷിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഫുള്ളി ഫിനിഷ് ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.